മാറിവരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നു വരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി. മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. നമ്മൾ ഒത്തിരി അധികം കോപ്സിൻ്റെ പേര് പഠിച്ചു, ശരിയല്ലേ? നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റാബി കോപ്പ് അല്ലെങ്കിൽ കാരിഫ് കോപ്പ്. നമുക്കെല്ലാം ഓർത്ത് വെക്കാനായിട്ട് എന്താണ് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് കോപ്സിൻ്റെ എങ്കിലും പേര് പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഷോർട്ട് കട്ട് ആരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു റെഫറൻസിൽ നിന്ന് കിട്ടിയതാണ്. നമുക്കത് യൂസ്ഫുള്ളാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കുക. പുകവലിക്കുന്ന വെളുത്ത ബാപ്പ മസ്റ്റ് ഗോ. അതാണ് നമ്മുടെ സെൻറ്റൻസ്. കുറച്ച് ഫണ്ണിയായിട്ട് തോന്നും, എന്നാലും എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. പുകവലിക്കുന്ന വെളുത്ത ബാപ്പ മസ്റ്റ് ഗോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് റാബി ക്രോപ്സിൻ്റെ പേരുകളാണ്. ഒന്നാമത് പുകവലി. എന്തായിരിക്കും പുകവലി? അതിൻ്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പുകയില, അതായത് എന്താണ്? ടൊബാക്കോ. നമ്മുടെ ഒന്നാമത്തെ റാബി ക്രോപ്പാണ് ടൊബാക്കോ. ഇനി പുകവലി എന്നുള്ള വാക്കിൽ തന്നെ അവസാനത്തെ അക്ഷരം ലീ എന്ന് പറയുന്ന അക്ഷരം, ആ ലീ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്ന് നമുക്ക് ലിൻസീഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പുകയില, ടൊബാക്കോ, ലിൻസീഡ്. അടുത്ത വാക്ക് ഏതാണ്? വെളുത്ത. വെളുത്ത എന്ന വാക്കിൽ നിന്ന് വെളുത്തുള്ളി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഏതാണ്? ഗാർലിക്. വെളുത്തുള്ളിയിൽ തന്നെ എന്തുണ്ട്? ഒരു ഉള്ളി കൂടി കിടപ്പുണ്ട്, അല്ലേ? അപ്പോൾ ഒനിയൻ. അപ്പോൾ എന്തൊക്കെയായി? ടൊബാക്കോ, ലിൻസീഡ്, ഗാർലിക്, ഒനിയൻ. ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ വേർഡ് ഏതാണ്? ബാപ്പ. ബാപ്പായിലെ ബ എന്ന് പറയുന്നത് ബാർലിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ബാപ്പായിലെ പ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ, പൾസസ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാം. അടുത്തെന്താണ്? മസ്റ്റ്. മസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റാർഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗോ എന്ന് പറയുന്നത് ഗോതമ്പിനെ അല്ലെങ്കിൽ വീറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പുകവലിക്കുന്ന വെളുത്ത ബാപ്പ എന്ന് പറയുന്ന റാബി ക്രോപ്പിൻ്റെ പേര് ഓർത്തു വെക്കാൻ പറ്റുന്ന ഈ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് റാബി ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഖാരിഫ് ക്രോപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് റാബി ക്രോപ്സ് ഉണ്ടെങ്കിൽ ഓപ്ഷനുകളിൽ നിന്ന് അത് ഒഴിവാക്കി ഖാരിഫ് ക്രോപ്പ് ഏതാണെന്നുള്ള ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. ഓവർസിയർ പഠനം ഇനി അനായാസം. പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.